അപ്പം ഇന്ന് അനീഷ് ഉണ്ടല്ലോ, ഷാനവാസിൻ്റെ ചീറ്റ് അങ്ങോട്ട് കീറിയിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ചീറ്റ്. അത് നന്നായി. ഷാനവാസ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. കുറച്ചുകൂടി നേരത്തെ അനീഷിനത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. അനീഷ് ഷാനവാസിൻ്റെ എല്ലാ പോയിന്റ്സും എടുത്ത് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ എല്ലാം കുറേ ഉണ്ടായിരുന്നു സംസാരിച്ചത് ലൈവിൽ, എപ്പിസോഡിൽ കുറച്ചുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ മെയിൻ പോയിന്റ്സ് ഒക്കെ പറയാം. പുള്ളിക്കാരൻ ആദ്യമേ പറഞ്ഞു ഷാനവാസിനുള്ള എല്ലാ സംഭവം ഞാൻ ഷാനവാസ് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഷാനവാസ് ഒരു ജെന്യുവൻ പേഴ്സൺ അല്ല, ജെനുവിൻ പേഴ്സൺ അല്ല. ടോട്ടലി അഗ്രി ചെയ്യുന്നു. ജെനുവിനിറ്റി ഇല്ലല്ലോ, ഫ്രണ്ട്ഷിപ്പിലായാലും ജെനുവിനിറ്റി ഇല്ല. നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നു. പിന്നെ ചാടി കളിക്കുമ്പോൾ മറ്റൊരാളുടെ കുറ്റം പോയി ഇപ്പുറത്ത് പറയുന്നു, ഒരാളുടെ കുറ്റം പോയി ഇപ്പുറത്ത് പറയുന്നു. ഇതാണ് ഷാനവാസിൻ്റെ ഗെയിം. പിന്നെ ഗ്രൂപ്പിസം ഉണ്ട്. ഷാനവാസ് ഫസ്റ്റ് തൊട്ട് ഗ്രൂപ്പായിട്ട് കളിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല ഗ്രൂപ്പും പറ്റാതെ അവസാനമാണ് ആദില നൂറയുടെ അടുത്ത് വന്നത്. ആ ഗ്രൂപ്പിസം തന്നെയാണ്. ഗ്രൂപ്പിസം കളിക്കുന്നത് മോശമാണെന്നല്ല, ആ ഗ്രൂപ്പിസം ഒരു വേറെ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതുകൊണ്ടാണ് അത് വളരെ മോശമാകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് അവരോടുള്ള എതിർപ്പ്. അതായത് അക്ബറിനെ മാത്രം ടാർഗറ്റ്. ഇപ്പം ഷാനവാസാണ് അവിടെ എല്ലാവരും അക്ബറിനെ എഗെയിൻസ്റ്റ് ആക്കിയത്. അത് എന്ത് കാരണമെന്ന് ഷാനവാസിനോട് ചോദിച്ചാൽ റീസൺ ഇല്ല. ഷാനവാസ് അങ്ങ് ഉണ്ടാക്കുവാണ്. ഷാനവാസിൻ്റെ ഏതോ മനസ്സിൽ ഏതോ രൂപത്തിൽ ഇങ്ങനെയാണെന്ന് തോന്നിയുകൊണ്ട് ഷാനവാസ് ചെയ്യുന്നു. അത് എല്ലാവരിലേക്കും കുത്തിവയ്ക്കുന്നു. അതുകൊണ്ട് അങ്ങനെയാണ് ഗ്രൂപ്പിസം. അതുകൊണ്ടാണ് അവർ എല്ലാവരും അക്ബറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഷാനവാസിൻ്റെ ഗ്രൂപ്പിസം അതും പറഞ്ഞിട്ടുണ്ട് അനീഷ്. ഇനി നെവീൻ്റെ ഇഷ്യൂ ഉണ്ടാക്കിയത് ഷാനവാസാണ്. അത് കഴിഞ്ഞ് നേരെ അത് ആദിലയുടെ തലക്കെടുത്ത് വെച്ചു. ഓക്കെ, ആദില അത് മനസ്സിലാകാതെ എന്താണെന്നറിയില്ല അവരത് എടുത്തു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ആദിലനെ ട്രാപ്പിലാക്കിയതാണ്. അതെന്തിനാണ്? അത് കഴിഞ്ഞിട്ട് ആ നെവീൻ എന്തോരം ഷാനവാസ് ആ വീക്കാണെന്ന് പറഞ്ഞപ്പം അനീഷ് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ആരുടെ, ഷാനവാസിനോട് അല്ലേ? എന്ത് വിശ്വാസത്തിലായിരുന്നു അനീഷ് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു? ഷാനവാസ് കറക്റ്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ. ഇന്ന് അനീഷിന് മനസ്സിലായത് കറക്റ്റ് അല്ല എന്ന്. കാരണം ഷാനവാസ് തന്നെ ഇന്നലെ അനീഷിനോട് പറഞ്ഞ കുറേ കാര്യങ്ങൾ അനീഷ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി ഷാനവാസ് ഇവിടെ കിടന്ന് കളിക്കുന്നതാണ് ഡബിൾ സ്റ്റാൻഡ് എന്നുള്ളത്. മനസ്സിലായോ? ഷാനവാസിന് ആവശ്യമുള്ളപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കും. അതെന്ത് ഇഷ്യൂ ആണ്, അതിന് എന്ത് അടിസ്ഥാനം ഉണ്ടെന്നൊന്നും ഷാനവാസ് ചിന്തിക്കാതെ അങ്ങനെ ഉണ്ടാക്കുവാണ് ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല നെവിനോട്. പക്ഷെ അത് അങ്ങ് ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അത് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് പറഞ്ഞു നെവിൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. അത് ആദില നൂറയുടെ ഒക്കെ പേരെടുത്ത് വലിച്ച് പിന്നെയും കൊണ്ടുവരാൻ നോക്കുന്നു. ഇപ്പോഴും കൊണ്ടുവരാൻ നോക്കുന്നതായിട്ട് തോന്നി എനിക്ക് ശരിക്കും സംസാരത്തിൽ. അത് അങ്ങനെയാണ്. അത് ഷാനവാസിൻ്റെ ഡർട്ടി ഗെയിമാണ് അത് ശരിക്കും. അത് അനീഷിന് മനസ്സിലായതുകൊണ്ട് അനീഷ് എടുത്ത് പറഞ്ഞത്. ഇനി മെയിൽ ഷോവനിസം, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. മെയിൽ ഷോവനിസം ആ ക്യാരക്ടർ കണ്ടാൽ മനസ്സിലാവും. ഒരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് മനസ്സിലാവാത്തവരോട് ഞാൻ എന്ത് പറയാനാണ്? മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ള അവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നത് നോർമലായിട്ട് കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അത് പുറത്ത് കാണിച്ചാൽ മതി, പുറത്ത് പറഞ്ഞാൽ മതി എന്ന് ആദിൽ നൂറോട് പറഞ്ഞില്ലേ? അകത്ത് വെച്ച് പറയരുത്, പുറത്ത് നിന്ന് ചെന്നിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിനെ ചോദ്യം ചെയ്തു അനീഷ്. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞുകൂടാ? അത് എന്തുകൊണ്ടാണ് ഇത്ര കോൺഷ്യസ് ആവുന്നത്? ചെയ്ത കാര്യമല്ലേ പറയുന്നതെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ശരിയാണ്, ചെയ്ത കാര്യം പറയാൻ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ പറഞ്ഞ് പറയാനാണോ പാട്? അപ്പോൾ അത് അനീഷിൻ്റെ പോയിന്റ് കറക്റ്റാണ്. അവിടെ ഒന്നുമേ പറയാനില്ല കേട്ടോ ഷാനവാസിന് വായക്കൂടെ പറയേണ്ടത് നീ എന്നെ നോമിനേറ്റ് ചെയ്തു. നീ നോമിനേറ്റ് ഷാനവാസും ചെയ്യാറുണ്ടല്ലോ പലപ്പോഴും. അപ്പോൾ അനീഷും നോമിനേറ്റ് ചെയ്തു. അനീഷ് നോമിനേറ്റ് ചെയ്തോട്ടെ, എന്താ? മെയിൽ ഷോവനിസം പറഞ്ഞ അനീഷ എന്നാ പറഞ്ഞത്. പക്ഷേ അനീഷ് മെയിൽ ഷോവനിസം എന്നുള്ള വാക്ക് പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞത് ആദിലയാണ് മെയിൽ ഷോവനിസം എന്നുള്ള വാക്ക്. ആദില നോമിനേറ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത്. പിന്നെ ഫുൾ ആക്ടിങ് ആണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഈ മീശ പിരി, മുടി ശരിയാക്കലും സെറ്റ് ചെയ്യലും മീശ പിരിക്കലും ആണ് ഇയാളുടെ ആക്ടിങ്. എന്നിട്ട് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം ആ ആക്ടിങ്ങിൽ പെട്ടുപോകുന്നതാണ് ബാക്കി പലരും. ഇമോഷണൽ സെൻറ്റിമെൻ്റൽ ഒരു സ്ട്രാറ്റജി എടുക്കും. എന്ത് പറഞ്ഞാലും ഒരു പെങ്ങളും ആങ്ങളെയൊക്കെ കളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആദില നൂറയ്ക്ക് ഫാമിലി മിസ്സിംഗ് ഉണ്ട്. ആ ഫാമിലി മിസ്സിംഗ് ഫാക്ടർ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ ശരിക്കും കളിക്കുവാണ് ഗെയിം കേട്ടോ. ഗെയിമാണത്. അത് ഗെയിമിൽ തന്നെയാണ് ആ ഫുൾ ആക്ട് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്നുമല്ല, സിൻസിയറിറ്റി ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു റിലേഷൻഷിപ്പിൽ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് മിണ്ടാതെ ആയാലും അവരെ ഇഷ്ടം ഒരു 10% ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കൂലേ? അത് ഷാനവാസ് ചെയ്തിട്ട് അത് അനീഷ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു സിൻസിയറിറ്റിയും ഇല്ല, ഒരു എന്താണ് റെസ്പെക്റ്റും ഇല്ല. ഒരാളുടെ അടുത്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ കുറ്റം പോയി പറയുക. അയാൾക്കില്ലാതെ കുറ്റങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ ഉടനെ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആളുടെ കുറ്റം പറയും. മനസ്സിലായോ? അതാണ് റെസ്പെക്റ്റ് ഇല്ലായ്മ, സിൻസിയർ. അത് അനീഷ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, അനീഷ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ആണ് അനീഷ് ഷാനവാസ് ചെയ്യുന്നത്. അനീഷിന് അതിന് യൂസ് ആൻഡ് ത്രോ എന്ന് പറയണ്ട. ഷാനവാസാണ് അവിടെ യൂസ് ആൻഡ് ത്രോ ചെയ്യുന്ന എല്ലാവരും. ആരെയാണെങ്കിലും
അപ്പം എടുത്ത് പറയും. നമ്മൾ ഷാനവാസിന് അഗെയിൻസ്റ്റ് വിരൽ ചൂണ്ടിയാൽ അപ്പം ഷാനവാസ് അവിടെ അയാളെ എടുത്തിട്ട് പോ, എന്നിട്ട് അയാളുടെ കുറ്റം മുഴുവൻ അയാൾക്ക് ഇല്ലാത്ത കുറ്റം എല്ലാ കഥകളും ഉണ്ടാക്കി ഷാനവാസിനെ നല്ലൊരാളാക്കി ചിത്രീകരിച്ച് മറ്റാളെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് സ്റ്റോറി ടെല്ലിംഗ് ആണ് പുള്ളിക്കാരൻ. പിന്നെ അത് വിശ്വസിച്ച് കുറേ മണ്ടന്മാരും മണ്ടികളും, എനിക്ക് അത്രേ പറയാനുള്ളൂ അവിടെ. അതിൽ പെട്ടുപോയിരിക്കുന്ന കുറേ ആൾക്കാരാണ് ഈ ആദില, നൂറ, നമ്മുടെ അനുമോളും പിന്നെ ഇപ്പം ലക്ഷ്മിയും കൂടിയിട്ടുണ്ട്. അനീഷ് അതിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വന്നാൽ അനീഷ് നല്ലത്. ഇനി ആദില അവിടെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അവിടെ ഷാനവാസ് കയറിയിട്ട് കുറച്ചുകൂടെ ആദിലോട് അവരായിട്ട് ആക്ച്വലി പ്രോബ്ലം ഉണ്ടാകാൻ കാരണം ആ നോമിനേഷൻ ഇഷ്യൂ ആണ്. ഏതാണെന്നറിയോ, അവർ നോമിനേഷനിൽ ആര്യൻ്റെയും അക്ബറിൻ്റെയും പേരെടുക്കാമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു പോലും. അപ്പോൾ അത് അവർ ചെയ്തില്ലല്ലോ അകത്ത്, അതാണ് അവരുടെ ഇഷ്ടം. അപ്പം നല്ല ആലോചിച്ച് അവരുടെ നോമിനേഷൻ ഡിസ്കസ് ചെയ്ത് ഞാൻ ബിഗ് ചോദിക്കട്ടെ, ബിഗ് ബോസ് എന്താ ഒന്നും തടയാത്തേ? അതെനിക്കറിയില്ല കേട്ടോ. ഇവരെന്താണ് ബിഗ് ബോസ് ടീമും പലപ്പോഴും കണ്ണടച്ചു കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഫെയർ ആണോ അറിയില്ല, എനിക്ക് എന്തു പറയാനാ. അപ്പം ആദില അവിടെ ഷാനവാസിനോട് പറയുന്നത്, ഇനി ഷാനവാസ് ഒറ്റയ്ക്ക് കളിച്ചോ, ഇക്കാന്നൊക്കെ ഉണ്ട്, ഇപ്പോൾ ഷാനവാസ് എന്നല്ല പേര്, ഇക്കാന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, ഒറ്റയ്ക്ക് കളിച്ചോ, ഞങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാം എന്നുള്ളൊരു ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിനോട് കരച്ചിലൊക്കെ വരുന്ന വേറെ ഒന്നുണ്ടല്ലോ, അത് അനീഷ് അവിടെ മുഴുവൻ പൊട്ടിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ ഇനി ഒന്നും പറയാനില്ല. കാരണം ഗെയിമാണ്, പുള്ളിക്കാരൻ്റെ ഗെയിം മുഴുവൻ എക്സ്പോസ് ചെയ്തു എന്ന് ശരിക്കും എടുത്ത് അനീഷ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അനീഷ് ഇന്ന് സ്കോർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അനീഷിന് ആക്ച്വൽ ഫാൻസ് ഉണ്ടെങ്കിൽ, ആക്ച്വൽ ഫാൻസ് പറഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ഫാൻസ്, അല്ലാതെ മറ്റേ ഫാൻ ക്ലബോ മറ്റേ PR ക്ലബോ അല്ല, ആക്ച്വലായിട്ട് പ്രേക്ഷക ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അനീഷിനോട് കുറേ ഇഷ്ടം. അവർ ശരിക്കും നിരാശരായിരുന്നു ഈ കാര്യത്തിൽ. സത്യമായിട്ട് ഈ ഷാനവാസ് ഇത്ര കാണിച്ചിട്ടും അനീഷ് എന്തുകൊണ്ടത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ള വിഷമത്തിലിരിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുന്നു ശരിക്കും. ഇനി അടുത്തൊരു ഇഷ്യൂ പറയാം. ഇനി അനുമോളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, അനുമോൾ ഇന്ന് നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ച് അമ്മൂമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞത് അമ്മൂമ്മയെ പോയി വിളിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തത് അനുമോളാണ് അവിടെ എന്താണ് കുരുത്തി കോണർ എന്നൊരു സംഭവമുണ്ട് സ്ഥലം. അത് വേറെ ഒന്നുമല്ല, അത് അക്ബറിൻ്റെ ഗ്രൂപ്പിനാണ് ഈ പറയുന്നത്. അക്ബറിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും പോകും എന്നുള്ളത് മനസ്സിലായോ, അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അടുത്ത് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആര്യനുണ്ട് ഇനി അടുത്ത് പോകാൻ, ഇനി നെവീനും പോവും എന്നാണ് അനുമോൾ അവിടുന്ന് പ്രവചിക്കുവാണ്. ഓക്കെ ചിലപ്പോൾ അയക്കും. കാരണം വെച്ചാൽ പാവങ്ങൾക്കൊന്നും വലിയ PR-ഉം വലിയ ഫാൻ ക്ലബ്ബൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കളിക്കാൻ പറ്റുന്നത്. അവർ ഗെയിം കളിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇവരൊന്നും കളിക്കുന്നുമില്ല, വെറുതെ PR-ന്റെ ബലത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മറ്റൊരു ഗെയിം എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അവർ ഔട്ടായി പോകും. ഇപ്പോൾ നെവീനൊക്കെ എന്തെങ്കിലും കളിച്ചുകൊണ്ട് അവർക്ക് അഗേൻസ്റ്റ് എന്താണ് ദേഷ്യം വന്നിട്ട് അവർ ഔട്ടാക്കുക. അത് PR ടീം കളിക്കുന്ന വോട്ട് മാനിപ്പുലേഷനാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഔട്ടാവുന്നത് കേട്ടോ പലരും. അപ്പോൾ ഇനി ഇത്തവണ ഉണ്ടാവും കേട്ടോ, അത് സംശയമില്ല. അപ്പോൾ ഇന്ന് സ്പെഷ്യലി നെവീനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ആൾക്കാർ. ഇന്നലെ നെവീൻ്റെ BB+ കണ്ടപ്പം നെവീൻ്റെ ഷഡിയൊക്കെ എടുത്തിട്ടുണ്ടോ, ജെട്ടിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നീല കളറായി. അതൊക്കെയാണ് കോൺവെർസേഷൻ. നീല കളറും അതിലേക്ക് ഇട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്നേരം അവരെ മുഴുവൻ ടോം ആൻഡ് ജെറിയൊക്കെ ഇട്ട് കുറേ പേര് ഭയങ്കര സന്തോഷത്തോടെ അവരെ കോംബോ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നെവീൻ നേരെ തിരിച്ചായപ്പം നെവീൻ അഗെയിൻസ്റ്റ് ആണ് ഇനി പോകാൻ പോകുന്നത് കേട്ടോ. എനിക്കറിയണം എന്ത് കോംബോ ആണ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ കോംബോ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അവർക്ക് കോംബോ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. എന്തോട്ടെ. അപ്പോൾ ഇന്ന് കുരുതി കൊണർന്ന് പറഞ്ഞിട്ട് ആ കുരുതി കൊണർന്നുള്ള സംഭവത്തിലാണ് പുള്ളിക്കാരി കയറി പിടിച്ചത്. അതിലാണ് നെവിനെ കൂടി ആഡ് ചെയ്തിട്ട് പറഞ്ഞു നെവിനാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്. ഒന്നുമില്ല, നെവിൻ അതിൽ കൂടെ പോകുമായിരുന്നു. നെവിനെ വിളിച്ചിട്ട് അത് പറഞ്ഞു, നെവിൻ വിടുമോ പിന്നെ? അപ്പോൾ നെവിൻ തുടങ്ങി പിന്നെ അവിടുന്ന് അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നെവിൻ പറഞ്ഞിട്ടുണ്ട് അനുമോൾ അനുമോളുടെ റെമ്യൂണറേഷൻ പറഞ്ഞു കേട്ടോ, 65,000 ആണ് പെർ ഡേ എന്നാണ് പറയുന്നത്. അതാണ് റെമ്യൂണറേഷൻ. പിന്നെ എന്നെ ഇവിടെ നിർത്തും, എത്ര നെഗറ്റീവ് ആയാലും എന്നോട് നിർത്തും, ഞാൻ എത്ര നെഗറ്റീവ് ആയാലും ഇവിടെ തന്നെ ആരും ഇറക്കി വിടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്കാരിക്ക് ഉണ്ടെന്നും PR-നെ പൊക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. PR-ന്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നാണ് അവസാനം പറഞ്ഞത്. എന്താണ് പണ്ട് ആരോ വിളിച്ച കാര്യം, അമ്മയ്ക്ക് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നീയും വിളിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട് പറഞ്ഞപ്പം അതിന് പറഞ്ഞു ഞാൻ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ നെവിൻ അത് റിപ്പീറ്റ് ചെയ്തു, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കും, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവിടെ പറഞ്ഞു അനു അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ അനുവിനെ ഇവിടെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യണോ എനിക്ക് അറിഞ്ഞൂടാ. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മോശം വേർഡല്ല. ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല സ്ത്രീ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അനുവിനത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അനു ആക്ച്വലി കുലസ്ത്രീ എന്ന് പറഞ്ഞാലും അനുവിനത് ഫീൽ ചെയ്യുമോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിക്കുവാണ്. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ മോശം വേർഡല്ല. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ത്രീ, അതായത് കുലത്തിൽ നല്ലൊരു ട്രഡീഷണൽ വേയിലൊക്കെ ജീവിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ലേഡീസിനാണ് കുലസ്ത്രീ എന്ന് പറയുന്നത്. പക്ഷെ അനു എന്നിട്ട് അവിടെ കിടന്ന് ഇത് ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ഇനി അനു ആരുടെയും അച്ഛനും അമ്മയൊക്കെ വിളിക്കാൻ വരുമ്പം ബാക്കിയുള്ളവർ വിളിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ
നിങ്ങൾ ചെയ്ത കുറ്റങ്ങളിൽ വേറെ ആളെ ഇനി പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനു അപ്പോൾ ഇനി അവിടെ പെട്ട്. ഇനി അനുവിനെ പറയണം. അനു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ. പിന്നെ നെവിനെ കിട്ടുന്ന അവസരമൊന്നും നെവിൻ പാഴാക്കൂല. കഴിയുന്നത് മാക്സിമം പ്രൊവോക്ക് ചെയ്യും. പുള്ളിക്കാരൻ്റെ ഗെയിം അതാണ്, പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പുള്ളിക്കാരൻ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്യും. ഇൻ്റലിജൻറ്റ് ഗെയിമറുമാണ് കേട്ടോ. ഇന്നത്തെ ടാസ്ക് ശരിക്കും വേറെ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു എന്താണ് മാജിക്കൽ വാട്ടർ കൊടുത്തിട്ട് നിങ്ങളൊരു ക്യാരക്ടറായിട്ട് നിങ്ങൾ വരും. പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് അവർ തരുന്ന ക്ലൂവിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നെവിന് കിട്ടിയ ക്യാരക്ടർ ബിസിനസ് മാഗ്നറ്റ് ആണ്. അതായത് വീട് വാങ്ങാൻ വന്നത്, ബിഗ് ബോസ് ഹൗസ് വാങ്ങാൻ വന്ന ഒരു ബിസിനസ് മാഗ്നറ്റ്. പക്ഷേ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. നെവിന് ഓൾമോസ്റ്റ് ക്ലോസ്ലി അത് ഗസ് ചെയ്തത്. ഞാൻ വിചാരിച്ചില്ല നെവിൻ ഗസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് ഇൻ്റലിജൻ്റ് ആണ് ആ പയ്യെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സംശയമല്ല, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ പല ഗെയിമുകൾ കളിക്കുമ്പം, എസ്പെഷ്യലി കോയിൻ കൊടുത്ത ഗെയിമൊക്കെ ആണെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാനും ബിഗ് ബോസ് മെറ്റീരിയലാണ് പുള്ളിക്കാരൻ. പക്ഷേ എന്താ ചെയ്യാന്നറിയോ, ഇങ്ങനെ നമ്മൾ ഫാൻ ഫോളോയിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അത്ര അധികം ഗെയിം കളിച്ചില്ലെങ്കിൽ പോലും ഇവരൊക്കെ മുങ്ങി പോവും. അതാണ് പ്രശ്നം. അപ്പോൾ നെവിനെ ഇനിയിപ്പം അവർ നെഗറ്റീവാക്കി കൊണ്ടുവരാൻ നോക്കും. കാരണം ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് കളിക്കുമ്പോൾ ഫാൻസ് കുറേ കിടന്ന് കളിക്കും. അതെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ആരും അവിടെ ക്ലിയർ കട്ടൊന്നുമല്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ കൊലസ്ട്രീനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ വേറെ എന്തെങ്കിലും വിളിച്ചോളണം. വേറെ എന്തെങ്കിലും നെവിനെ വിളിച്ചിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് അമ്മയെ വിളിച്ചിട്ട് അവർക്ക് ന്യായീകരിക്കുന്നൊന്നും കാര്യമില്ല. അമ്മൂമ്മനെയാണ് വിളിച്ച് അമ്മേനല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതങ്ങനെ വ്യത്യാസം. ഓരോരുത്തർക്കും ഓരോ റിലേഷനിൽ ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ടാവില്ലേ. ചിലർക്ക് അമ്മൂമ്മയായിരിക്കും വലുത്, ചിലർക്ക് അമ്മയായിരിക്കും വലുത്. അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് അനു കടന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അനുവിന് ഇനി ആര് വിളിച്ചാലും അനുവിന് മിണ്ടാൻ പറ്റൂല. അനുവിന് മിണ്ടാൻ പറ്റില്ല. അനു വോയിസ് ഉണ്ടാവില്ല. ആ കാര്യം ഇതെടുത്ത് പറയും. അപ്പം അത് കഴിഞ്ഞു. അപ്പം അനുവിൻ്റെ അവിടുത്തെ ചാപ്റ്റർ, ആ കാര്യത്തിൽ ചാപ്റ്റർ ക്ലോസ് ആയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്നും. പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് ടാസ്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടാസ്ക് മറ്റായിരുന്നു. അതിൽ അനീഷനും സൂപ്പർ സ്റ്റാർ ആയിട്ടായിരുന്നു വന്നത്. മറ്റേ അനുവിന് കിട്ടിയത് മുഖത്ത് നോക്കും, അനുവിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അത് ഗസ് ചെയ്യണം. എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ല, അങ്ങനെ എന്തോ. അതാണ് മുഖത്ത് നോക്കാതെ ആശയവിനിമയം നടത്തുക. അതായിരുന്നു ടാസ്ക്. അപ്പം അത് അവർ ചെയ്തു. പക്ഷെ അനുവിനത് ഗസ് ചെയ്യാൻ പറ്റില്ല. ഒക്കെ അങ്ങനെ ചെയ്തു. ഒക്കെ വേറെ ടാസ്ക് ഇടേ. പക്ഷെ ബാക്കി വീക്ക്ലി ടാസ്ക് ഒക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്ക്ലി ടാസ്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതിൽ അനീഷ് സെക്കൻഡാണ്. ആര്യൻ ഫസ്റ്റ്, അനീഷ് സെക്കൻഡ്, അക്ബർ തേർഡായിട്ടാണ് നിൽക്കുന്നത്. ഇനി നാളെ വേറെ ടാസ്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ ടാസ്കിലൂടെയൊക്കെ ഇനി അവർ ഇവാലുവേറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും ഈ വക നോൺസെൻസ് പൊളിറ്റിക്സ് അല്ലേ ഇവർ ചെയ്യുന്ന ആ ചീപ്പ് ഗെയിംസിലൊന്നും ഞാൻ അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ ബിഗ് ബോസിലും ഒരു സ്റ്റോറി ഉണ്ടാകും. ഓരോരുത്തർക്കും ഒരു സ്റ്റോറി തോന്നും. ആ സ്റ്റോറി വഴി നമുക്ക് ഓരോരുത്തരായിട്ടൊരു കണക്ഷൻ തോന്നും. ഇതിൽ നമുക്ക് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ നാല് പേരെ നമുക്ക് ഒരു കണക്ഷൻ തോന്നില്ല. ആരാന്നറിയോ? അനുമോള്, ഷാനവാസ്, അതില, നൂറ, ഇവരായിട്ടൊരു കണക്ഷൻ തോന്നി. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് തന്നെ ഇത് എന്താടേ എന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവരെ അത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. ഇനി അത് വരാതിരിക്കാൻ എൻ്റെ മനസ്സിൽ എത്രയും വരാതിരിക്കാൻ നോക്കും. കാരണം ഇനി അവർ ഗെയിം വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. ഗെയിം, അതായത് വീക്കിലി ടാസ്കുകൾ വെച്ച് ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇതായിട്ട് തോന്നും. അതിൽ അനുവിനോടൊക്കെ പറയുന്നുണ്ട് ഈ അമ്മൂമ്മയുടെ കളിയൊക്കെ നിർത്തുന്നത്. അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. അത് അതിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം, ഇനി ഇവർ നോർമലായിട്ട് കളിച്ചാൽ കൊള്ളാം. ഈ സ്റ്റോറി ലൈൻ ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് ആ സ്റ്റോറി ലൈൻ ഇനി നോക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ട്വിസ്റ്റ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അനീഷൊക്കെ കൊണ്ടുവരുമ്പം അതെടുത്ത് പറയുന്നതല്ലാതെ വേറെ ഇനി അതിൽ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഇനി അങ്ങോട്ട്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. വല്ല കോൺട്രവേഴ്സീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാസ്കുകളായിരിക്കും. മെയിൻ ടാസ്ക് ആണെങ്കിൽ അധികമൊന്നും ഉണ്ടാവില്ല. സമാധാനപൂർവ്വം നമുക്ക് സന്തോഷപൂർവ്വം നല്ല ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് ഇതിൽ പറയാം. ഇവരൊക്കെ നന്നായിട്ട് കളിച്ചു ടാസ്ക്. അപ്പോൾ നമുക്ക് നാളത്തെ ടാസ്കിൽ കുറച്ചും കൂടി പോസിറ്റിവിറ്റി ഉണ്ടാവും വിചാരിക്കുന്നത്. ഞാനും വിമൻ കാർഡൊന്നും വരല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പ്രിമോ കണ്ടിട്ട് എനിക്കത് എക്സ്പെക്റ്റേഷൻ വിമൻ കാർഡാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡ് റിവ്യൂവിൽ നമുക്ക് സംസാരിക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതുവരെ ഉള്ളൂ. ബൈ.